തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഭരണം കിട്ടിയ സ്ഥിതിക്ക് ഇപ്പോൾ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഒക്കെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. യെസ്, അതിനുള്ള നടപടികളിലേക്ക് വേഗത്തിൽ BJP പോകുന്നു. ഇന്നൊരു പക്ഷേ ഡെപ്യൂട്ടി മേയർ ആരൊക്കെയാവണമെന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമെടുത്തേക്കും എന്നതാണ് വിവരങ്ങൾ. യെസ്, അപ്പോൾ VV രാജേഷ്, R ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നവരിലുള്ളത്. ഇനി കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ തർക്കത്തിന് ഇട നൽകാതെ മേയറെ കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം. യെസ്, അപ്പോൾ മുന്നണിയിലെ അഭിപ്രായ ഐക്യങ്ങൾക്കും ഏകീകരണത്തിനുമൊക്കെ കൂടിയാലോചനകൾക്കുമൊക്കെ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കൊച്ചിയിലും നേതൃത്വത്തിന്റെ നീക്കം. ഇനി കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തേക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S ജയശ്രീക്കാണ് മുൻതൂക്കം. യെസ്, അപ്പോൾ കോർപ്പറേഷനുകളിൽ മേയറെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോൾ എന്ത് നടക്കുന്നു അവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വളരെ വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്, കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്, കോഴിക്കോട് നിന്ന് അനീസ് അലി തുടങ്ങിയവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. യെസ്, അപ്പോൾ ആദ്യം തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം. സുനിൽ, അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരാകും മേയർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് BJP ആണ്. VV രാജേഷിന്റെയും ശ്രീലേഖയുടെയും ഒക്കെ പേരുകൾ മുൻഗണനയിലുണ്ടെങ്കിലും ആർക്കാണ് നറുക്ക് വീഴുക, ആരാണ് ഡെപ്യൂട്ടി മേയർ ആവുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒറ്റ പേരിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടോ? തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട് 3 പേരുകളായിരുന്നു പ്രധാനമായും ആദ്യഘട്ടം മുതൽ പറഞ്ഞു കേട്ടിരുന്നത്. അതിലൊന്ന് VV രാജേഷും, മറ്റത് R ശ്രീലേഖയും, ഒടുവിൽ MR ഗോപൻ, നേമത്ത് നിന്ന് വിജയിച്ച MR ഗോപൻ. ഈ 3 പേരുകളായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. VV രാജേഷ് അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ്. ആദ്യഘട്ടം മുതൽ തന്നെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന നേതാക്കളിൽ ഒരാളാണ്. അവരുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. R ശ്രീലേഖ ആവട്ടെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. MR ഗോപൻ ആവട്ടെ ഏറെക്കാലമായി തിരുവനന്തപുരം നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. നിലവിലവിടെ കൗൺസിലറായിരുന്ന ആളാണ്. അങ്ങനെ ആളുകൾക്ക് വളരെ ചിരപരിചിതനായ ഒരാളാണ്. ഈ 3 പേരുകൾ പറയുന്നു. ആ 3 പേരുകളിൽ നിന്ന് ഒറ്റ പേരിലേക്ക് എത്തുക എന്നതാണ് ഇനി BJPയുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനം. അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ഇതിൽ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത്. ആ തീരുമാനം സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യും. ഇതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഈ R ശ്രീലേഖയെ മേയർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതൊരു ജനറൽ സീറ്റാണ്. ആ ജനറൽ സീറ്റിൽ ഒരു വനിതയെ മേയറാക്കിയാൽ ഡെപ്യൂട്ടി മേയർ പദവിയും ഒരു വനിത വരണം. അതായത് മേയറും ഡെപ്യൂട്ടി മേയറും വനിതയാവുക. അതിൽ പല പ്രശ്നങ്ങളുണ്ട്. അതിൽ മറ്റൊന്ന്, ഈ മറുഭാഗം പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ ശക്തമായ പ്രതിപക്ഷമാണ്. CPM-ൽ SP ദീപകിനെയൊക്കെ പോലുള്ള CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആളുകൾ മറുഭാഗത്തുണ്ട്. UDF-നാവട്ടെ ശബരിനാഥിനെ പോലെ ഒരു യുവനിര ഉണ്ട്. അവരെയൊക്കെ പ്രതിരോധിച്ച് വേണം സ്വാഭാവികമായും ഈ മേയർഷിപ്പ് അല്ലെങ്കിൽ ഈ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് സ്വാഭാവികമായും കുറെ കൂടി കരുത്തുറ്റ ഒരാൾ മേയറായി വരിക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് VV രാജേഷിലേക്ക് ഒടുവിൽ ആ VV രാജേഷ് എന്ന പേരിലേക്ക് ഒടുവിൽ BJP നേതൃത്വം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നേമത്ത് MR ഗോപന്റെ പേര് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നേമത്ത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നേമത്ത് നിന്നുള്ള ഒരാൾ മേയറാവുന്നു എന്നുള്ള ഒരു പ്രിവിലേജ് കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരത്തിനിറങ്ങുമ്പോൾ തനിക്ക് ലഭിക്കുമോ എന്ന പ്രതീക്ഷ കൂടി MR ഗോപന്റെ പേര് പറയുമ്പോൾ ഇതിനൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ MR ഗോപൻ അല്ലെങ്കിൽ VV രാജേഷ്. അതിൽ VV രാജേഷ് തന്നെയാണ് കുറെ കൂടി മേൽക്കോയ്മ നിലവിലുള്ളത്. ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.